എനിക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു കാര്യമായിരുന്നു ഇത്. കാരണം ഷാനവാസ് ഇങ്ങനെ താഴെ വീണ് വിറച്ചോണ്ടിരിക്കുകയായിരുന്നു. ഷാനവാസിന്റെ മുഖം ഇങ്ങനെ ഷീവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷന്റെ ആ ഒരു ഹലോ ബിഗ് ബോസ് ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, അവിടെ വേറെ എന്തൊക്കെയോ നടന്നു. ഇത്രയും കാര്യമായിട്ടൊരു പ്രശ്നം അവിടെ നടന്നിട്ട് നവിനോട് സംസാരിച്ച രീതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു താരാട്ട് പാട്ടും കൂടെ പാടിക്കൊടുത്ത് അവിടെ കിടത്തി ഉറക്കായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടിരുന്നത്. അത് ചെയ്യുമ്പോഴേ അവൻ ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള തോന്നലുണ്ടാവത്തുള്ളൂ. അല്ല, കോണ്ടൻറ്റ് വേണമല്ലോ. ഒരു ഗ്ലാസ് പാലും കൊടുത്ത് താരാട്ട് പാട്ടും പാടി അവിടെ കിടത്തി അങ്ങ് ഉറക്ക്. അത് കഴിയുമ്പം അവൻ ആ കുടിച്ചതിൻ്റെ എനർജി കിട്ടുമ്പം അവൻ വേറെ ആരെങ്കിലുമൊക്കെ തല്ലിക്കൊല്ലും. ഇനി അതും കൂടെ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ അവൻ അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. അവൻ്റെ തീറ്റ പ്രശ്നമല്ല, അവൻ കാണിക്കുന്ന തോന്നിയവാസം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. അവൻ്റെ കയ്യിൽ നിന്ന് കോണ്ടൻറ്റ് കിട്ടിയാൽ മതി. അതിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശരിയല്ലേ. ഇൻസിഡന്റ് നടന്ന ആ സമയത്ത് തന്നെ ഞാൻ ആക്ച്വലി ബിഗ് ബോസ് എനിക്ക് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. തീരുമാനം എടുക്കുന്നത് നെവിനായിരിക്കും അല്ലേ. ചെയ്യേണ്ട ചട്ടത്തരൊക്കെ ചെയ്തത് നെവിൻ. എന്നിട്ട് അതേ നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഞാനിപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന്. അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് തീരുമാനം എടുക്കാൻ ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസിനോ പറ്റുന്നില്ലേ? ഇനി നെവിന് എന്തോ ആ തീരുമാനം എന്ന് നെവിൻ പറഞ്ഞിട്ട് വേണോ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ? കാരണം ഞാൻ സത്യമായിട്ടല്ല ഒരാളെ കൊല്ലാൻ അങ്ങനത്തെ ഒരു ദുഷ്ട ഹൃദയമുള്ള ഒരാളല്ല. ഒരു ഗെയിമിന്റെ ഭാഗത്ത് എനിക്ക് അങ്ങനെ കൊല്ലാൻ നോക്കി അത് അനിമോൾ, നൂറാൻ, ആദില ഇവര് മൂന്നുപേരാണ് കൊല്ലാൻ നോക്കി എന്നുള്ള ആ ഒരു അലിഗേഷൻ ഒക്കെ പണ്ടിട്ടത്. ആ ഒരു സമയത്ത് അങ്ങനെ അലിഗേഷൻ കൊണ്ടുവന്നോ ബിഗ് ബോസ് അല്ല ലാലേട്ട അത് പറഞ്ഞു വന്നപ്പോ ഇവര് ഭയങ്കര ഫ്ലെയറപ്പായി നിൽക്കായിരുന്നു. അങ്ങനെ തന്നെ പറയത്തുള്ളൂ. നെവിൻ ചെയ്ത തെമ്മാടിത്തരം കാരണം അങ്ങേർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അത് കൊലപാതകം അല്ലാണ്ട് പിന്നെ ജീവിപ്പിക്കലാവത്തില്ലല്ലോ. അപ്പം അതിന് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ആ ദേഷ്യത്തിന് പറഞ്ഞു പോകുന്നത് അത് ഇത്രയും വലിയ കാര്യമൊക്കെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അവൻ്റെ കയ്യിലിരിപ്പിന് പറഞ്ഞതാ അത്. അമ്മാതിരി ഇരിപ്പാണ് നെവിൻ്റെത്. എല്ലാം ചെയ്ത് വെച്ചിട്ട് എനിക്കിതൊന്നും പ്രശ്നമില്ല എന്നുള്ള അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഒരു തോലിഞ്ഞ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ്. ഈ ഷാനവാസിൻ്റെ അടുത്ത് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവരെ വായിന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ കുറ്റമായിട്ട് എന്തായാലും ഞാൻ കാണത്തില്ല. കൊല്ലാൻ നോക്കിയെന്നല്ല, ആ പ്രഷർ നമുക്കും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നോക്കുമ്പോ ഒരു മനുഷ്യൻ വീഴുമ്പോ ഡ്രാമ എന്ന് പറയുന്നു. തലേ ദിവസമാണെങ്കിൽ ആര്യനൊക്കെ പറയാണ് ന്യൂറയ്ക്ക് ഗ്യാസ് എന്ന് പറയുമ്പോൾ ന്യൂറ ICU-ലല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ഓരോ വാദങ്ങളുണ്ട്. നെവിൻ പറഞ്ഞു ഇപ്പൊ പുള്ളിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ പുള്ളി ഹോസ്പിറ്റലിൽ പോയിക്കോട്ടെ, ഞാൻ ഫിസിക്കൽ അസോൾട്ടിന് വെളിയിൽ പോയിക്കോട്ടെ. ഇവന്മാർ അതിൻ്റെ അകത്ത് ചെയ്ത ചെറ്റത്തരത്തിനെയാണ് ഈ എടുത്തെടുത്ത് പറയുന്നത്. എന്നിട്ടെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതിനുള്ള റിയാക്ഷൻസ് ഇല്ല, സംസാരമില്ല, പറച്ചിലില്ല. ഇങ്ങനെ ആയിരിക്കും വല്ല അനുമോളോ അനീഷോ അല്ലെങ്കിൽ അതിലെ ന്യൂറൊക്കെ ആയിരുന്നെങ്കിൽ പെരുമാറുന്നതല്ലേ. അവരെങ്ങാനും ആയിരുന്നെങ്കിൽ ആ ഷോ എടുത്ത് തലതിരിച്ച് വെച്ചേനെ. പിന്നെ ഇവർ 3 പെറ്റുകളാണല്ലോ, ആര്യൻ, അക്ബർ, മറ്റേ നെവിൻ. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. പെറ്റായിപ്പോയല്ലോ അല്ലേ ബിഗ് ബോസിൻ്റെ. കാര്യമാണ്. ഈ ഷോ കഴിഞ്ഞാൽ അവർക്കൊരു ജീവിതമുള്ളതാണ്. അവർക്ക് പണിയെടുക്കണം, അവർക്ക് വർക്കിന് പോകണം, അവരുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനൊക്കെ ഈ ആരോഗ്യം എന്ന് പറഞ്ഞ സാധനം തന്നെ വേണം. അല്ലാണ്ട് പൈസ പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ ആരോഗ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയണത്, അതിനെക്കാട്ടി കൂടുതൽ ഇവിടെ എൻ്റെ ആങ്ങളെയാണ്, എൻ്റെ ബ്രദറാണെന്നുള്ളൊരു എൻ്റെ ഉപ്പയുടെ സ്ഥാനത്താന്ന് പറയുന്ന ആ വ്യക്തി ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഈ എഡിറ്റായിട്ടല്ല പോകുന്നത്, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ സെയിം ദിവസം തന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടിട്ട് കളിക്കുക, ഭയങ്കര ഇമോഷണൽ ബ്ലാസ്റ്റ് ആയിട്ട് ചിരിക്കുക. അതൊക്കെ കാണുമ്പോഴത്തേക്കും എന്ത് അടിസ്ഥാനമാണ് ഇത്രയും അധികം അതിൽ ഇവിടെ നിന്ന് പറഞ്ഞതിൽ എത്രത്തോളം അതിൻ്റെ അകത്ത് കഴമ്പുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അവൻ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാതെ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യത്തിന് കുറ്റം കണ്ടുപിടിച്ച് സ്വയം ന്യായീകരിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന ഒരു അലവലാതി. അത്രേ എനിക്ക് ഇവനെക്കുറിച്ച് പറയാനുള്ളൂ. അവൻ ചെയ്തത് വലിയ കാര്യമായിട്ട് അവന് തോന്നത്തില്ല, ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നതൊക്കെ വലിയ കാര്യമായിട്ട് അവന് തോന്നും. എന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറേ ഭ്രാന്തന്മാരും. കഷ്ടം.
കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ എന്റെ കാര്യം പറയാം. അന്നത്തെ ആ ദിവസം തന്നെ ഞാൻ എനിക്ക് എന്റെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ബിഗ് ബോസ് വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് എവിക്റ്റായി പോവാൻ അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിക്കുമ്പോഴത്തേക്കും എന്റെ ഡ്രസ്സ് പോലും ഞാൻ പാക്ഡ് ആയിരുന്നു. നീ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചത് നീ ചെയ്തത് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടല്ലല്ലോ, ആണോ? എനിക്ക് തോന്നില്ല. നീ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചത് ബിഗ് ബോസ് ഇറക്കി വിടും എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഷാനവാസ് എനിക്ക് അവൻ അവിടെ നിർത്തണ്ട എന്ന് പറയും എന്ന് കരുതിട്ടാണ്. അതേ ഇത് തന്നെ നീ ആ കിച്ചണിലിരിക്കുമ്പോൾ പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല. എനിക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു കാര്യമായിരുന്നു ഇത്. കാരണം ഷാനവാസ് ഇങ്ങനെ താഴെ വീണ് വിറച്ചോണ്ടിരിക്കുകയായിരുന്നു. ഷാനവാസിന്റെ മുഖം ഇങ്ങനെ ഷീവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷന്റെ ആ ഒരു അത്രയും തീവ്രത എനിക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഷാനവാസ് പ്ലീസ് എനിക്ക്, ഷാനവാസ് നമുക്ക് കൺഫെഷൻ റൂമിലേക്ക്. സത്യമാണ്, അനീഷ മാത്രമാണ് ആ സമയത്ത് വാ പോവാം എന്ന് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കി എല്ലാവരും കൂടെ പരസ്പരം തല്ലുക, വഴക്കുണ്ടാക്കുക. അത് പിന്നെ പറയണ്ട, കിട്ടിയ അവസരത്തിന് അനുമോൾക്കിട്ട് നന്നായിട്ട് കൊടുത്തായിരുന്നു. ഇതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഷാനവാസിനെ കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് പോലും അനീഷ് പോയിട്ട് ഷാനവാസിൻ്റെ മെഡിസിൻസ് അതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഷാനവാസിന് കൊടുക്കാനായിട്ട്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ ഷാനവാസ് ആ വീണ് അവിടെ കിടക്കുമ്പോഴും പരസ്പരം തല്ല് പിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നെവിൻ ചെയ്തതിൽ ഒരു കുറ്റബോധം ഇല്ലാത്ത അവൻ്റെ ആക്ഷന് നടത്തുക, ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്തിരുന്ന് അല്ലെങ്കിൽ പുറത്ത് അവനോടുള്ള ഇതിലാരെങ്കിലും ആരെങ്കിലും അവൻ്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചിട്ട് ഇറങ്ങിപ്പോയനെ. അമ്മാതിരി ആറ്റിറ്റ്യൂഡാണ് അവൻ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് മോഹൻലാൽ ഇപ്പോൾ അവനിങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. പോവാമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവര് പരസ്പരം ഇങ്ങനെ വഴക്ക് കൂടുന്നു, ചിലരിങ്ങനെ ഡ്രാമയാണെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ ഷാനവാസിനെ ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കായിരുന്നു. ഷാനവാസ് എണീക്ക്. ഷാനവാസ് കുഴഞ്ഞ് ഒരാളിങ്ങനെ വീണ് കിടക്കുമ്പോൾ അയാൾക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട വൈദ്യസഹായവും കാര്യങ്ങളും ഒന്നും എത്തിക്കാതെ പരസ്പരം തല്ല് പിടിക്കുന്ന കുറേ എണ്ണങ്ങൾ. ഇപ്പോഴും അനീഷ് ഫേക്കാണ്, അനീഷ് നാടകമാണ്, അനീഷിൻ്റെ ചീപ്പ് ഗെയിമാണ്, വൃത്തികെട്ട ഗെയിമാണെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. സ്പെഷ്യലി എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ അനീഷിൻ്റെ വീഡിയോസ് ഇടുമ്പം വന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരിതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസിന്, നമുക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഷാനവാസിനോട് പറയുന്നുണ്ട്, ഷാനവാസ് എണീക്ക്. അപ്പൊ ഷാനവാസ് വെള്ളം ചോദിക്കുന്നു, അങ്ങനെ കെടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇനിയെങ്കിലും ഷാനവാസ് അനീഷിനെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഈ പിറകിൽ നിന്ന് കുത്തുന്നതേ അനീഷിൻ്റെ അടുത്ത് അതൊന്ന് നിർത്തിയിട്ട് അനീഷ് കാണിക്കുന്ന അതേ രീതിയിൽ തിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകും. അല്ലാണ്ട് ഒരാൾ ആത്മാർത്ഥത കാണിച്ചിട്ട് വേറൊരാൾ പിറകിൽ നിന്ന് കുത്തുന്ന കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇത് അതിനേക്കാളും വഷളാം. പിന്നെ നെവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് പാലും കൊടുത്ത് ഒരു താരാട്ട് പാട്ടും പാടി അവിടെ കിടത്തി ഉറക്കുക. അതിൻ്റെ എനർജി കിട്ടുമ്പോൾ ആ തെണ്ടി വീണ്ടും അടുത്ത കാര്യങ്ങൾ ചെയ്തോളും. ശരി എന്നാൽ.